ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 9 ലെസൺ 2 ഷേപ്പിംഗ് ഓഫ് ദ എർത്ത് സർഫേസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ പ്ലേറ്റ് ബൗണ്ടറീസിനെ കുറിച്ചുള്ള മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനാണ്. ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂടിച്ചേരുന്ന അരികുകളെയാണ് പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, കൺവേർജന്റ് ബൗണ്ടറീസ്. 2 പ്ലേറ്റുകൾ പരസ്പരം അടുത്തേക്ക് നീങ്ങുന്ന അതിർത്തിയാണ് കൺവേർജന്റ് ബൗണ്ടറി. 2 ഭൂഖണ്ഡ പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ മടക്കുമലകൾ, അതായത് ഫോൾഡ് മൗണ്ടെയിൻസ് രൂപപ്പെടുന്നു. ഹിമാലയം ഇതിന് ഒരു പ്രധാന ഉദാഹരണമാണ്. ഒരു സമുദ്രത്തെ വഹിക്കുന്ന പ്ലേറ്റ് ഒരു ഭൂഖണ്ഡ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുമ്പോൾ സമുദ്ര പ്ലേറ്റ് ഭൂഖണ്ഡ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്നു. ഇതിൻ്റെ ഫലമായി അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകാം. സെക്കൻഡ് വൺ, ഡൈവേർജന്റ് ബൗണ്ടറി. 2 പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുന്ന അതിർത്തിയാണ് ഡൈവേർജന്റ് ബൗണ്ടറി. ഇവിടെ പ്ലേറ്റുകൾ അകലുമ്പോൾ ഉണ്ടാകുന്ന വിടവിലൂടെ ഭൂമിയുടെ അടിയിൽ നിന്നുള്ള മാഗ്മ മുകളിലേക്ക് ഉയർന്ന പുതിയ ഭൂവൽക്കം രൂപപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി മിഡ് ഓഷ്യൻ റിഡ്ജസ് പോലുള്ള ഭൂരൂപങ്ങൾ, ദാറ്റ് ഈസ് ലാൻഡ് ഫോംസ് ഉണ്ടാകും. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഇതിന് ഒരു നല്ല ഉദാഹരണമാണ്. തേർഡ് വൺ, ട്രാൻസ്ഫോം ബൗണ്ടറി. ഇവിടെ പ്ലേറ്റുകൾ പരസ്പരം വശങ്ങളിലൂടെ തെന്നി നീങ്ങുന്നു. ഇതിലൂടെ പുതിയ ക്രസ്റ്റ് ഉണ്ടാകുകയോ പഴയ ക്രസ്റ്റ് നശിക്കുകയോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള പ്ലേറ്റുകളുടെ ചലനം പ്രധാനമായും ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നു. അമേരിക്കയിലെ സാൻ ആൻഡ്രിയോസ് ഫോൾട്ട് ഇതിന് ഉദാഹരണമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 2.3 ലോകത്തിലെ പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളും അവ ഏത് ദിശയിലാണ് നീങ്ങുന്നത് എന്നും കാണിക്കുന്ന മാപ്പാണ്. മാപ്പിലെ ആരോസിൻ്റെ ചിഹ്നം പ്ലേറ്റുകളുടെ ചലനദിശ കാണിക്കുന്നു. നെക്സ്റ്റ് അബൌട്ട് എങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിന് ഇന്നത്തെ രൂപം ലഭിക്കുന്നതിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് വഹിച്ച പങ്കിനെ പറ്റിയാണ് പറയുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം പർവ്വതങ്ങൾ, വാലീസ്, ഓഷ്യൻ ബേസിൻസ്, വോൾക്കാനോസ്, എർത്ത്ക്വേക്സ് എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഭൂമിയിലെ കോണ്ടിനെൻസും ഓഷ്യൻസും എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതും പ്ലേറ്റ് ടെക്ടോണിക് വിശദീകരിക്കുന്നു. മിക്ക ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പ്ലേറ്റ് അതിരുകളിലാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നു. ഈ പ്രദേശത്തെ റിംഗ് ഓഫ് ഫയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അബൌട്ട് ദി ഡോണ്ട് മിസ് ഔട്ട് ടോപ്പിക്സ്. പുരാതന ഇന്ത്യയിലെ ഭൂകമ്പത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ. പുരാതന കാലത്ത് ഭൂകമ്പങ്ങളെ ഭൂകമ്പ എന്നു വിളിച്ചു. അതിൻ്റെ അർത്ഥം ഭൂമിയുടെ കുലുക്കം എന്നാണ്. ബൃഹത് സംഹിത എന്ന ഗ്രന്ഥത്തിൽ വരാഹമിഹിരൻ ഭൂകമ്പങ്ങളെക്കുറിച്ച് ഒരു ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാറ്റ്, മഴ, മേഘങ്ങൾ, മൃഗങ്ങളുടെ പെരുമാറ്റം, ഗ്രഹങ്ങളുടെ വിന്യാസം, ദാറ്റ് ഈസ് പ്ലാനറ്ററി അലൈൻമെൻറ്റ്സ് എന്നിവയിലെ മാറ്റങ്ങൾ ഭൂകമ്പത്തിൻ്റെ സൂചനകളാകാമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ഭൂകമ്പങ്ങൾക്ക് 4 പ്രകൃതി ശക്തികളാണ് കാരണമെന്ന് അദ്ദേഹം കരുതി. വായു, അഗ്നി, ഇന്ദ്ര എന്ന് പറഞ്ഞാൽ ആകാശം അഥവാ ഇടിമുഴക്കം, വരുണ ജലം. ഈ ശക്തികളിൽ ഓരോന്നിനെയും ചില പ്രത്യേക നക്ഷത്ര സമൂഹങ്ങളായും പ്രദേശങ്ങളുമായും, ദാറ്റ് ഈസ് സ്പെസിഫിക് കോൺസ്റ്റലേഷൻസ് ആൻഡ് റീജിയൻസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം വിശദീകരിച്ചു. ഇന്ത്യയിൽ പ്രകൃതിയിലെ നിരീക്ഷണങ്ങളെയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്തകളെയും ഭൗതിക പ്രതിഭാസങ്ങളെയും, ദാറ്റ് ഈസ് കോസ്മോളജിക്കൽ റീസണിങ് ആൻഡ് ഫിസിക്കൽ ഫിനോമിനയെയും തമ്മിൽ ബന്ധിപ്പിച്ച് വിശദീകരിക്കാനുള്ള ആദ്യകാല ശ്രമങ്ങളിലൊന്നാണ് ഇത്. നെക്സ്റ്റ് അബൌട്ട് മഡ് വോൾക്കാനോ. ബരാതങ് ദ്വീപിലെ മഡ് വോൾക്കാനോ ഇന്ത്യയിലെ അപൂർവമായ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു പ്രത്യേക ആകർഷണവുമാണ്.
തീയും ചൂടുള്ള ലാവയും പുറത്തേക്ക് ഒഴുക്കുന്ന സാധാരണ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഭൂമിക്കടിയിലെ സ്വാഭാവിക വാതകങ്ങളും മർദ്ദവും കാരണം ചെളി കുമിളകളായി പുറത്തേക്ക് വരുന്നു. Dear children, this is about today's class. Please subscribe and share the video. If you have any doubt, please post in the comment box. Thank you.